ഒളിമ്പിക്സിന്റെ കൊടിയിറങ്ങിയ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ കായിക രാഷ്ട്രീയ മാമാങ്കം ഇടുക്കിയിലെ തൊടുപുഴയിലായിരുന്നു. ഇടുക്കി ജില്ലയിലാകെ ക്ലീൻ ബോൾഡായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ UDFും. കാര്യം മറ്റൊന്നുമല്ല, മുന്നണിയിലെ രണ്ടാമനായിരുന്ന മുസ്ലിം ലീഗ് UDFിനോട് ബൈ പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസിനോട് മുഖം തിരിച്ചിരിക്കുന്നു. തൊടുപുഴയിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് UDF. ഇടുക്കിയിൽ മൊത്തത്തിൽ ആ പൊട്ടിത്തെറി വ്യാപിക്കുമെന്നാണ് സൂചന. കോൺഗ്രസിന്റെ ഒരു മനഃപൂർവ്വമുള്ള പിഴ കൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കിയിൽ UDF വിടാനുള്ള തീരുമാനമെടുക്കുന്നു. കോൺഗ്രസുകാരന്റെ വലിയ മനോഭാവം എക്കാലത്തുമുള്ളതാണ്. അത് പക്ഷേ ഇനി അങ്ങോട്ട് സമ്മതിച്ചു തരാനാകില്ല എന്ന നിലപാടാണ് ഇടുക്കിയിലെ മുസ്ലിം ലീഗിന്. അതിന് വേദിയായത് ഇപ്പോഴിതാ തൊടുപുഴയിലും. തൊടുപുഴയിലെ നഗരസഭാ ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് വേണമെന്നായി കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ചെയർമാൻ സ്ഥാനത്തിന് തങ്ങൾക്കും അർഹതയുണ്ടെന്ന് 5 ലീഗ് കൗൺസിലർമാർ ആവശ്യമുന്നയിച്ചെങ്കിലും അത് കേട്ട മട്ട് നടിച്ചില്ല. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു കാര്യമായ കയ്യബദ്ധം കൊണ്ട് മുസ്ലിം ലീഗ് ഇടുക്കിയിൽ നിന്നും UDF വിടുന്നു. ലീഗുകാരൻ തൊടുപുഴ നഗരസഭ ഭരിക്കേണ്ട എന്ന കോൺഗ്രസിന്റെ പിടിവാശി കൊണ്ടെത്തിച്ചത് എന്നാൽ പിന്നെ കോൺഗ്രസുകാരനും തൊടുപുഴ നഗരം ഭരിക്കേണ്ട എന്ന ലീഗിന്റെ കടുത്ത തീരുമാനത്തിലേക്കാണ്. അങ്ങനെ വമ്പൻ തോൽവിയിലേക്കാണ് UDF ചെന്നെത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ ആ സ്ഥാനത്ത് ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ തർക്കം അത് പരിഹരിക്കാൻ ആർക്കും സാധിച്ചില്ല. UDF നേതൃത്വത്തിന് ഒട്ടുമായില്ല. ഇടുക്കി DCC ഇടപെട്ടിട്ടും ഒന്നുമായില്ല. അങ്ങനെ തൊടുപുഴ നഗരഭരണം UDFന് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതിരുന്ന ലീഗിന്റെ 5 കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം UDFനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ CPM സ്ഥാനാർത്ഥിക്ക് ചെയർമാൻ സ്ഥാനത്തേക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. ഇതോടെ തങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് കരുതിയ നഗരഭരണം നിലനിർത്താൻ CPMന് നിഷ്പ്രയാസം സാധിച്ചു. CPMന്റെ തൊടുപുഴ നഗരസഭയിലെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഈ അധികാരം നിലനിർത്തണമെന്ന തീരുമാനത്തിന് പിന്നിലും. ഇടുക്കിയിലും കാര്യം മറ്റൊന്നല്ല. ഇടുക്കിയിലും CPMന്റെ നിലപാടുകൾ വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നു. അധികാരം നിലനിർത്തണമെന്ന വികാരം UDFന്റെ ഘടകകക്ഷിക്കും തോന്നി. പക്ഷേ അത് CPMന്റെ അധികാരം നിലനിർത്തണം എന്നായിപ്പോയി എന്ന് മാത്രം. ഇതിന്റെ അർത്ഥം തൊടുപുഴയിൽ മുസ്ലിം ലീഗും CPMും തമ്മിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നല്ല. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ CPMന്റെ ചെയർപേഴ്സൺ തന്നെ വേണമെന്ന് 5 ലീഗ് കൗൺസിലർമാർക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവർ കോൺഗ്രസുകാരെ ഉപേക്ഷിച്ച് CPMന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതും. കോൺഗ്രസുകാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിർബന്ധ ബുദ്ധിയും ഒക്കെ സഹിക്കാൻ വയ്യാതെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഇങ്ങനെ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ പലതവണ ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും പക്ഷേ തൊടുപുഴയിലും ഇടുക്കി ജില്ലയിലൊട്ടാകെ മുസ്ലിം ലീഗിന് അത് സാധിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചെയർമാൻ കസറിലിരുന്ന് ഇനി അങ്ങനെ വാഴേണ്ട എന്ന തീരുമാനം 5 കൗൺസിലർമാർ ചേർന്ന് എടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗ് ഇടുക്കിയിൽ UDF വിട്ടുപോകുന്നു എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് അണികൾ തമ്മിൽ നഗരസഭയ്ക്ക് പുറത്ത് സംഘർഷവുമുണ്ടായി. ഇതേ തുടർന്ന് ലീഗ് കൗൺസിലർമാരെ മുൻനിർത്തി മുസ്ലിം യൂത്ത് ലീഗ് കനത്ത പ്രകടനമാണ് നയിച്ചത്. പ്രകടനത്തിലുടനീളം ഉയർന്നു കേട്ടത് കോൺഗ്രസിനെതിരായ മുദ്രാവാക്യം വിളികളാണ്. കോൺഗ്രസിനമ്പാട് നാണക്കേടായി യൂത്ത് ലീഗിന്റെ ഈ മുദ്രാവാക്യം വിളിയും. ഇടുക്കി DCC അധ്യക്ഷൻ CP മാത്യു ആകട്ടെ ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് പിന്നീട് ഉയർത്തിയത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ലെന്നും തങ്ങൾ ജനാധിപത്യ വിശ്വാസികളോട് വഞ്ചന കാട്ടിയിട്ടില്ല എന്നുമാണ് മുസ്ലിം ലീഗ് കൗൺസിലർമാർക്ക് പറയാനുള്ളത്. ഇടുക്കി മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയും തൊടുപുഴയിലെ ലീഗ് കൗൺസിലർമാർക്കുണ്ടായിരുന്നു. അങ്ങനെ DCCയുടെ പരാമർശങ്ങളെയും വിമർശനങ്ങളെയും പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലീഗ് തങ്ങളുടെ പ്രതിഷേധം CPM ചെയർമാനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി അതിനിർണായകമായ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിനുമറിയാം ഇനി എന്താകും തീരുമാനമെന്ന്. കാരണം UDFന്റെ കെട്ടുറപ്പ് തന്നെ ഇടുക്കിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം ലീഗ് ആടി ഉലഞ്ഞല്ല, കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇടുക്കിയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്നത്. മുസ്ലിം ലീഗിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ നിലപാടുകളുണ്ട്. അതവർ വളരെ വ്യക്തമായി തന്നെ പ്രകടിപ്പിക്കും എന്ന് ഉറപ്പുമാണ്.